Hi, good evening. Good evening, Good sir. evening, sir. Hi, good evening, sir. Good evening, sir. Good evening, sir. Good evening, sir. Thank you. Hello. Good evening, sir. Good evening, Padilla. Thank you so much. Good evening, sir. Good evening. Good evening. Thank you. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു സോ മച്ച്. നമ്മള് ദി പാത്വേ ഓഫ് റോസസിന്റെ 8ാമത്തെ ചാപ്റ്റർ ആൻഡ് ഓൾ തിങ്സ് ഷാൾ ബി ആഡഡ് എന്നാണ് ആ ഒരു ചാപ്റ്ററിന്റെ പേര്. ആൻഡ് ഓൾ തിങ്സ് ഷാൾ ബി ആഡഡ്, എല്ലാം കൂട്ടിച്ചേർക്കപ്പെടും അല്ലെങ്കിൽ കൂടിച്ചേർക്കപ്പെടും. അതായത് അതിന്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിലേക്ക് എല്ലാം നൽകപ്പെടും എന്നുള്ളതാണ്. സത്യത്തില് ഒരു ബൈബിളിന്റെ ഒരു വചനം ആണ് ക്രിസ്ത്യൻ ഡി ലാർസൺ ഈ ഒരു ചാപ്റ്ററിന്റെ ഹെഡിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതായത് ആൾ തിങ്സ് ഷാൾ ബി ആഡഡ് എന്ന് പറയുമ്പോൾ എല്ലാം നമുക്ക് നൽകപ്പെടും എന്നുള്ളതാണ്. അതായത് നമ്മളൊരു സ്പിരിച്വൽ ആയിട്ടുള്ള അറിവുകളാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അറിവുകൾ എന്താണ് ഈ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പഠിച്ചത് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മളൊരു സ്പിരിച്വൽ ബീയിങ് ആണെന്നുള്ളതാണ്. നമ്മൾ എല്ലാ മതഗ്രന്ഥങ്ങളും വേദഗ്രന്ഥങ്ങളും എല്ലാം തന്നെ നമ്മളെ ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് ഗൈഡ് ചെയ്യാനുള്ളതാണ്. അപ്പൊ നമ്മൾ അങ്ങനെയാണ് അതിനെ കാണാനുള്ളത്. അപ്പൊ നമ്മൾ സത്യത്തിൽ ഒരു സ്പിരിച്വൽ ബീയിങ് ആണ് നമ്മളെന്ന് പറഞ്ഞാൽ. ഒരു സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹ്യൂമൻ ബീയിങ് ആണെങ്കിൽ കൂടിയും ഒരു അല്പം മാത്രമേ സത്യത്തിൽ നമ്മൾ ഹ്യൂമൻ ആയിട്ട് ഉണ്ടാകാൻ പാടുള്ളൂ. ഇവിടെ സത്യത്തിൽ നമ്മളൊരു യഥാർത്ഥത്തിൽ ഒരു സ്പിരിച്വൽ ആയിട്ടാണ് ഇവിടെ ജീവിക്കാൻ. യഥാർത്ഥത്തിൽ നമ്മളൊരു പവർ, ഒരു ഹ്യൂമന്റെ യഥാർത്ഥ പവർ വരണമെന്നുണ്ടെങ്കിൽ കഴിവതും എല്ലാവരും ഒരു സ്പിരിച്വൽ ആയിട്ട് കൂടി ജീവിക്കണം എന്നുള്ളതാണ് സത്യത്തിൽ എല്ലാ റിലീജിയൻസും നമ്മളെ പഠിപ്പിക്കുന്നത്. ആ ഒരു അർത്ഥത്തിൽ വേണം നമ്മൾ എല്ലാ വേദഗ്രന്ഥങ്ങളെയും കാണുവാൻ. ആ ഒരു അർത്ഥത്തിലാണ് ഈ ഒരു വാചകം വരുന്നത്. അത് പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു കിങ്ഡം, നമ്മുടെ ഉള്ളിലെ ദൈവത്തിനെ അല്ലെങ്കിൽ ദൈവശക്തിയെ, നമ്മുടെ ബ്രഹ്മശക്തിയെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുകയും നമ്മൾ ധർമ്മനിഷ്ഠയോടുകൂടി ജീവിക്കുകയും ചെയ്താൽ നമുക്ക് എല്ലാം നൽകപ്പെടുമെന്നുള്ളതാണ്. ആൾ തിങ്സ് ഷാൾ ബി ആഡഡ്. അങ്ങനെ തന്നെയാണ് ആ ഒരു വചനവും വരുന്നത്. അപ്പോ ആ ഒരു രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അതായത് നമ്മൾ കൃത്യമായി ധർമ്മനിഷ്ഠയോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിച്ചാൽ, അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള സ്പിരിച്വൽ പവറിനെ നമ്മൾ പരിപൂർണമായും ഡിപ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിലുള്ള നമ്മുടെ സകലമാന കുറവുകളെയും പരിഹരിച്ചുകൊണ്ട് എല്ലാം നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് നൽകപ്പെടും. നമ്മൾ ഒരു നിറയ്ക്കപ്പെട്ട് തരുമെന്നുള്ളതാണ്. ഒരു തരത്തിലുള്ള കുറവും വേദനയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല. ആ രീതിയിൽ നമുക്ക് എല്ലാത്തിനും ഒരു പരിഹാരം, ഒരു റെമഡി, അല്ലെങ്കിൽ ഒരു സുഖം, അല്ലെങ്കിൽ ഒരു ചികിത്സ നമുക്ക് നൽകും. ഒരു ലൈഫിനെ നമുക്ക് സുഖപ്പെടുത്തി തരും. ആ രീതിയിലേക്ക് ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ലൈഫിനെ ആ ഒരു സ്പിരിച്വൽ പവർ കൊണ്ട് സുഖപ്പെടുത്തി തരും എന്നുള്ളതാണ്. പക്ഷെ അതിന് നമ്മൾ പ്രധാനമായിട്ടും ഫോളോ ചെയ്യാനുള്ള ഒന്നാണ് ഒരു നീതിയുക്തമായ ജീവിതം എന്നുള്ളത്. അതാണ് നീതിയുക്തമായ ജീവിതം എന്ന് ഉദ്ദേശിക്കുന്നത്. എന്താണെന്ന് പറഞ്ഞാല് നമ്മൾ സാധാരണ നീതി, ധർമ്മനിഷ്ഠയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നമ്മൾ കൃത്യമായി ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ സ്പിരിച്വൽ ആകും എന്നുള്ളതാണ്. നമ്മൾ ധർമ്മത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നമ്മൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പവർഫുള്ളായ സ്പിരിച്വൽ പേഴ്സൺസ് ആയി മാറും. അപ്പൊ എങ്ങനെയാണ് ആ ധർമ്മത്തിൽ അധിഷ്ഠിതമായ ജീവിതം ഉണ്ടാകുന്നത് എന്നുള്ളതും അത് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഗുണപ്പെടുന്നതും എന്നുള്ളതുമാണ് ഈ ഒരു 8ാം ചാപ്റ്റർ നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മൾ കൃത്യമായ നമ്മുടെ പ്രപഞ്ചശക്തിയിൽ അല്ലെങ്കിൽ ദൈവശക്തിയിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുകയും ധർമ്മനിഷ്ഠയോടുകൂടി ഒരു ജീവിതം നമ്മൾ സൃഷ്ടിക്കുവാനും തയ്യാറായാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എല്ലാം ആഡ് ചെയ്യപ്പെടും. നമുക്ക് ഏതാണോ നമ്മൾ തേടുന്നത്, അല്ലെങ്കിൽ എന്തിനെ കുറവ് കൊണ്ടാണോ നമ്മൾ വിഷമിക്കുന്നത്, അതെല്ലാം മാറ്റിത്തരും എന്നുള്ളതാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ആ ധർമ്മനിഷ്ഠയായ ജീവിതം നയിക്കുന്നത്, അതിന്റെ പ്രയോജനം എങ്ങനെ ലഭിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇനിയുള്ള പോയിന്റുകൾ പറയുന്നത്. അതിനകത്ത് 1ാമത്തെ പോയിന്റാണ് സ്പിരിച്വൽ ലൈഫിനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അതാണ് നമ്മളിപ്പോൾ 1ാമത്തെ പോയിന്റായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റുന്നത്. ഒരു സ്പിരിച്വൽ ലൈഫിനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പഠിക്കണം.
ആ ഒരു പോയിന്റാണ് നമ്മൾ സത്യത്തില് നിങ്ങൾ ഏതൊരു ലൈഫിന്റെ ഏതൊരു ഘട്ടത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നവരായാലും, നിങ്ങളൊരു ജോലി നേടാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥ മെച്ചപ്പെടാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഓവറോൾ ഡെവലപ്മെന്റിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നതാണ് നമ്മുടെ അകം ലോകത്തെ ഫോക്കസ് ചെയ്യുക എന്നുള്ളത്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. നമ്മുടെ സ്പിരിച്വൽ ഏരിയ പവർഫുൾ ആക്കിയ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഔട്ടർ വേൾഡ്, നമ്മുടെ ജീവിതം നമുക്ക് ഡെവലപ്പായി വരും. ഈ ഒരു പോയിന്റാണ്. അങ്ങനെ സ്പിരിച്വൽ ഏരിയ ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ ഫോളോ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഡിപ്പെൻഡ് ചെയ്യുക, നമ്മൾ ഹയർ പവറിനെ ഡിപ്പെൻഡ് ചെയ്യുക. രണ്ടാമത്തത് ധർമ്മനിഷ്ഠമായ ഒരു ജീവിതം. ഈ ധർമ്മനിഷ്ഠമായ ജീവിതം എന്താണെന്നുള്ളത് ആണ് പ്രധാനമായിട്ട് പറയുന്നത്. അത് റൈറ്റിയസ്നെസ് ഒന്ന് ധർമ്മനിഷ്ഠം, നമ്മൾ നീതിപൂർവമായി ജീവിക്കുക എന്ന് പറയുമ്പോൾ അത് രണ്ട് തരത്തിലുണ്ട്. നമ്മൾ സാധാരണ ഒരു ധർമ്മനിഷ്ഠമായ ജീവിതം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ്? നമ്മൾ ഈ ലോകത്തിന് അല്ലെങ്കിൽ മറ്റുള്ള മനുഷ്യർക്ക്, അല്ലെ അങ്ങനെയല്ലേ സാധാരണ വരുന്നത്, ലോകത്തിന് അല്ലെങ്കിൽ മറ്റുള്ള മനുഷ്യർക്ക് നല്ല രീതിയിൽ പെരുമാറുക, അവരോട് തെറ്റുകളൊന്നും ചെയ്യാതിരിക്കുക, അവരെ നല്ല രീതിയിൽ സ്നേഹിക്കുക, കെയർ ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാത്ത രീതിയിൽ ധർമ്മത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുക എന്നുള്ളത്. അതെ, കറക്റ്റ്. സത്യസന്ധമായി ട്രൂത്ത്ഫുൾ ആയി ജീവിക്കുക എന്നുള്ളതൊക്കെയാണ് സത്യത്തില് നമ്മൾ മറ്റുള്ളവരോട് ട്രൂത്ത്ഫുള്ളായി, മറ്റുള്ളവരെ ശരിയായ രീതിയിൽ ജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ സാധാരണ നമ്മുടെ മനസ്സിലേക്ക് വരും. ധർമ്മനിഷ്ഠമായി ജീവിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ അത് വളരെ പ്രധാനം തന്നെയാണ്. അത് തന്നെയാണ് പ്രധാനം. പക്ഷെ ഒരു പോയിന്റ് നമ്മൾ പലപ്പോഴും വിട്ടുപോകാറുണ്ട്. മറ്റുള്ളവരോട് നമ്മൾ നീതി പുലർത്തി മാത്രം ജീവിക്കുമ്പോൾ നമ്മൾ മറന്നുപോകുന്ന കാര്യം, നമ്മളോട് നമ്മൾ നീതി പുലർത്തുന്ന കാര്യമാണ്. നമ്മളെന്നുള്ളൊരു വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മളോടും കൂടി നമ്മൾ സ്വയം നീതി പുലർത്തി അല്ല ജീവിക്കുന്നതെങ്കിൽ അത് ഒരിക്കലും ഒരു കറക്റ്റായ ധർമ്മനിഷ്ഠമായ ജീവിതമാകില്ല. നമ്മൾ നല്ലൊരു സ്പിരിച്വൽ പേഴ്സണും ആകില്ല. എന്തെല്ലാം രീതിയിൽ നമ്മൾ മറ്റുള്ളവർക്ക് ധർമ്മം ചെയ്താലും നന്മ ചെയ്താലും മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിച്ചാലും, പക്ഷെ നമുക്ക് വേണ്ടിയും കൂടി നമ്മൾ ജീവിക്കാൻ തയ്യാറായില്ലെങ്കിൽ, നമ്മളോട് കൂടി നമ്മൾ നീതി പുലർത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു യഥാർത്ഥ സ്പിരിച്വൽ പേഴ്സൺ ആകുന്നില്ല. സെൽഫ് ലവിന്റെ പാഠങ്ങളാണ് അദ്ദേഹം ഈ ചാപ്റ്ററിലൂടെ പ്രധാനമായിട്ടും പറയുന്നത്. സെൽഫ് ലവിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് 100 ചില്ലുവാനും വർഷങ്ങൾക്ക് മുമ്പ് പറയുന്നൊരു കാര്യമാണ്. നമ്മളെന്ന് പറഞ്ഞൊരു വ്യക്തിയോടും കൂടി നമ്മൾ പ്രധാനമായും നമ്മൾ ഫോക്കസ് ചെയ്ത് ധർമ്മം കാണിക്കണം എന്നുള്ളതാണ്, നമ്മൾ നീതി കാണിക്കണം എന്നുള്ളതാണ് ഒരു വ്യക്തി എന്നുള്ള രീതി. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. അല്ലാത്ത പക്ഷം നമുക്ക് യഥാർത്ഥത്തിലുള്ള സ്പിരിച്വൽ പവർ നമുക്ക് ലഭിക്കില്ല. മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിക്കാൻ വേണ്ടി ഫോക്കസ് ചെയ്യുമ്പോൾ, എന്നിട്ട് നമ്മളെന്ന് പറഞ്ഞൊരു വ്യക്തി ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം പരിപൂർണമായി മറന്നുപോയി ജീവിക്കുമ്പോൾ സംഭവിക്കുന്നത്, നമ്മുടെ യഥാർത്ഥ പവർ നമുക്ക് കിട്ടാതെ പോവുകയാണ്. അതാണ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തിട്ട് എനിക്ക് എന്തുകൊണ്ടൊരു ഉയർച്ച ഉണ്ടാകുന്നൊരു കരകയറ്റം ഉണ്ടാകുന്നില്ല എന്ന് പറയുമ്പോൾ പലപ്പോഴും നിങ്ങൾ സ്വയം ചോദിച്ചു നോക്കണം. നമ്മളോട് നീതി പുലർത്തുന്നുണ്ടോ? നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ? നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ടോ? നമുക്കിഷ്ടമുള്ള കാര്യങ്ങളും കൂടി നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം, അതാണ് പ്രധാനമായിട്ടും ഒരു പോയിന്റ്. അത് നമ്മൾ കൂടുതൽ ഈ ചാപ്റ്റർ മുന്നോട്ട് പോകുമ്പോൾ സംസാരിക്കുന്നു. അപ്പോൾ പ്രധാനമായും സ്പിരിച്വാലിറ്റി ഫോളോ ചെയ്യാൻ 2 പോയിന്റ്. ഒന്ന്, ധർമ്മനിഷ്ഠമായ ജീവിതമാണ്. ധർമ്മനിഷ്ഠമായ ജീവിതം, അതിനകത്ത് ഒന്ന്, നമ്മുടെ ഈ ലോകത്തിനോട് ട്രൂത്ത്ഫുൾ ആവുക, സത്യസന്ധമാവുക, അതുപോലെ തന്നെ നമ്മളോട് തന്നെ നീതി പുലർത്തുക. അപ്പൊ ഈ ലോകത്തിനോട് അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിനോട് എങ്ങനെയാണ് നീതി പുലർത്തുന്നത് എന്ന് ഉള്ള ഏതാനും ചില പോയിന്റുകൾ. ഒന്ന്, പ്രകൃതിയോട് പൊരുത്തത്തോടെ ജീവിക്കുന്ന ഒരു ജീവിതശൈലി ഉണ്ടാവണം നമുക്ക്. പ്രകൃതിയെ നമ്മൾ ഉപയോഗിക്കണം. പ്രകൃതിയെ ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് മനുഷ്യൻ ജീവിക്കണം. പ്രകൃതിയെ നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിൽ നിന്നുള്ള നമുക്ക് ആഹാരത്തിന് വേണ്ടിയുള്ളതും നമുക്ക് ജീവിക്കാനുള്ളതും എല്ലാം നമ്മൾ എടുത്ത് പ്രകൃതിയെ നമ്മൾ ഉപയോഗിക്കാം. അതേസമയം ഒരിക്കലും അതിനെ ഒരു ഒരു ഇംബാലൻസ്, അതിനെ അമിതമായി ചൂഷണം ചെയ്ത് ഒരു ബാലൻസ് തെറ്റിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും രീതിയിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ
അത് ഈ ഒരു ധാർമ്മികമായ ജീവിതമല്ല. നമ്മൾ ധാർമ്മികമായ ഒരു ജീവിതം സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ കൃത്യമായി നമ്മൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ തന്നെ നമ്മളിലേക്ക് എല്ലാം ആഡ് ചെയ്യപ്പെടും. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ നമുക്ക് എല്ലാ കാര്യങ്ങളും നിറവേറ്റി തരപ്പെടും എന്നുള്ളതാണ്. നമ്മുടെ ഈ വിഷയങ്ങളെല്ലാം സോൾവ് ചെയ്യും. അതാണ് ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ കൃത്യമായി ഒരു പ്യൂരിറ്റി ഉള്ള ഒരു സോളായി നല്ല ആളുകളായി ക്യാരക്ടർ നല്ല ആളുകളായി ജീവിക്കുമ്പോൾ, നല്ല ധർമ്മ ഇഷ്ടമുള്ള ആളുകളായി ജീവിക്കുമ്പോൾ നമുക്ക് പിന്നെ പ്രത്യേകിച്ച് എഫേർട്ട് എടുക്കാതെ തന്നെ നമുക്ക് വേണ്ടതെല്ലാം നമുക്ക് ആൾ തിങ്സ് ഷാൾ ബി ആർഡർ. പലപ്പോഴും ഞാൻ പ്രത്യേകിച്ച് തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ, പിന്നെ എനിക്ക് എന്തുകൊണ്ടാണ് ഞാൻ ആഗ്രഹിച്ചതുപോലെ നടക്കാത്തത് എന്ന് അത്ഭുതപ്പെടുപോലെ ചിന്തിക്കുമ്പോൾ നമുക്ക് ആലോചിക്കണം, നമുക്ക് ഏതെങ്കിലും രീതിയിൽ ധാർമ്മികമായ ച്യുതി നമ്മുടെ ലൈഫിനകത്ത് ഉണ്ടാകുന്നുണ്ടോ. അതിനകത്ത് ഏതാനും ഒരു വെളിച്ചം വീശലാണ്. അപ്പൊ പ്രകൃതിയുമായിട്ട് നമ്മൾ ഇടപെടുമ്പോൾ പ്രകൃതിയെ നമ്മൾ ആവശ്യമില്ലാത്ത മറ്റ് ജീവജാലങ്ങളെയൊക്കെ ഉപദ്രവിക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ടല്ലോ ആളുകൾക്ക്. അതുപോലെ തന്നെ പ്രകൃതിയെ അമിതമായി ചൂഷണം ചെയ്തിട്ട് ഒരു കാര്യമില്ലാതെ നമുക്ക് നമ്മുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അമിതമായി ചൂഷണം ചെയ്യുന്നത് എല്ലാം സത്യത്തില് ആ ഒരു നേച്ചറിന്റെ ഹാർമണിയെ തെറ്റിക്കും എന്നുള്ളതാണ് ക്രിസ്റ്റ്യൻ ഡി ലാർസൺ ഈ പുസ്തകത്തിലൂടെ പറയുന്നത്. രണ്ടാമത്, നമ്മൾ പ്രപഞ്ചത്തിന്റെ മൊത്തത്തിലുള്ള സിസ്റ്റത്തിനും ക്ഷേമത്തിനും അനുസരിച്ച് വേണം നമ്മുടെ ജീവിതത്തെ സൃഷ്ടിച്ചു കൊണ്ടുപോകാൻ എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം നമ്മൾ സ്വയം ജീവിക്കുകയും മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ഏറ്റെടുക്കണം. അത് ഒരു ധാർമ്മികമായ ജീവിതമാണ്. മറ്റുള്ളവർക്കും ഒരു ജീവിതമുണ്ട്. മറ്റുള്ളവർക്ക് കൂടെയുള്ള മനുഷ്യർക്കും ഈ ഒരു പ്രപഞ്ചത്തിനൊരു താളമുണ്ട്. നമ്മുടെ ജീവിതത്തിനനുസരിച്ച് നമ്മുടെ ജീവിതം സെറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കടന്നു കയറുകയോ അവരുടെ ജീവിതത്തിൽ അനാവശ്യമായ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുകയോ ചെയ്യുന്ന രീതിയിൽ ഒരു സിസ്റ്റം, നമ്മളൊരു ജീവിത ശൈലിയാണ് നമുക്കുള്ളതെന്നുണ്ടെങ്കിൽ അത് അധർമ്മമാണ്. നമുക്കുള്ള യഥാർത്ഥത്തിലുള്ള പവർ നമുക്ക് ലഭിക്കില്ല. നല്ല ഈസി ആയിട്ട് നമുക്ക് മുകളിൽ നിന്നുള്ള ഒരു അനുഗ്രഹ വർഷം ഉണ്ടാകും. അതെല്ലാം തടയപ്പെടുന്ന ഇതുകൊണ്ട് വൈബ് താഴ്ന്നു പോകും. നമ്മുടെ വൈബ്രേഷൻ രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രപഞ്ചത്തിന് ഒരു സിസ്റ്റം ഉണ്ട്. അതാണ് നമ്മൾ മുമ്പൊരിക്കൽ ഈ ക്ലാസ്സുകളിൽ തന്നെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഷുഡെന്ന്, മറ്റുള്ളവരോട് നീ ഇങ്ങനെ ചെയ്യണം എന്ന് പോലും പറയാൻ പാടില്ലാത്ത വിധമാണ് ഈ പ്രപഞ്ചത്തിന്റെ സിസ്റ്റം. ഇവിടെ നീ ഇങ്ങനെ ജീവിക്കണം, യു ഷുഡ് ഡു ദിസ്, യു ഷുഡ് ബി ലൈക്ക് ദിസ്, നീ ഇങ്ങനെ ആയിരിക്കണം എന്ന് ഒരാൾക്ക് മറ്റൊരാളോട് കൂടി പോലും പറയാൻ കഴിയാത്ത വിധം അത്രത്തോളം ഹാർമണി സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഈ പ്രപഞ്ചമുള്ളത്. അപ്പൊ നമ്മൾ അങ്ങനെ വല്ലാതെ പുഷ് ചെയ്ത് മാറ്റാൻ ശ്രമിക്കുമ്പോൾ സത്യത്തിൽ ആ താളം തെറ്റും. ആ പ്രപഞ്ചത്തിലേക്കുള്ള സിസ്റ്റത്തിലേക്ക് നമ്മൾ അനാവശ്യമായ കൈകടത്തലുകൾ നടത്തുകയാണ് ചെയ്യുന്നത്. അത് കൈകടത്തലുകൾ നടത്തുന്ന ആളുകൾക്ക് ധാർമ്മിക ച്യുതി വരും. നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ് സബ്ജക്റ്റ്. ഈ പ്രപഞ്ചത്തിന് താളമുണ്ട്. അപ്പൊ മറ്റുള്ളവർക്കും ഒരു ജീവിതമുണ്ട്. അവർക്ക് അവരുടേതായ ജീവിത ശൈലിയിൽ ജീവിക്കട്ടെ. നമ്മൾ നമ്മുടെ ഏറ്റവും ടോപ്പ് ലെവലിൽ നമ്മുടെ ലെവൽ ഉയർത്തിക്കൊണ്ട് നമ്മൾ ജീവിച്ചാൽ നമ്മൾ ചുറ്റുമുള്ള ആളുകൾ നമുക്ക് ആ ഒരു ലെവലിനനുസരിച്ച് കറക്റ്റായി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ പോയിന്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഞാൻ എന്താണ് ഉദ്ദേശിച്ചെന്നുള്ളത്? ആ രീതിയിൽ വേണമെങ്കിൽ താളമുണ്ട്. ഈ താളത്തിൽ നമ്മൾ കൈകടത്തലുകൾ നടത്തി നമ്മൾ പുഷ് ചെയ്ത് മാറ്റുമ്പോഴാണ് സത്യത്തിൽ ഇവിടെ ഡിസ്കോർഡ് സംഭവിക്കും ജീവിതങ്ങളിൽ. അപ്പൊ അത്തരം ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ കൈകടത്തലുകൾ നടത്താൻ പാടില്ല എന്നും കൂടി അദ്ദേഹം പറഞ്ഞു. വലിയ കഷ്ടപ്പാടൊന്നും അല്ലത്, നമ്മളത് ശീലിച്ചു പോയത് കൊണ്ടാണ്. ആവശ്യമില്ലാതെ നമ്മളെ ലൈഫിലേക്ക് മറ്റുള്ളവരോട് ധാരാളമായി ഇടപെട്ട് അതാണ് യാഥാർത്ഥ്യം എന്ന് നമ്മൾ വിശ്വസിച്ചു പോകുന്നത് കൊണ്ടാണ്. അങ്ങനെ അല്ല. ഒരു ന്യൂട്രൽ സ്റ്റേജിലാണ് മനുഷ്യൻ ജീവിക്കാനുള്ളത്. എല്ലാവർക്കും അവരുടേതായ, നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾക്കും അവരുടേതായ ഒരു ലൈഫുണ്ട്, അവരുടേതായ ചിന്തകളുണ്ട്, അവരുടേതായ ഒരു ലോകമുണ്ട്, ഒരു യൂണിവേഴ്സ് ഉണ്ട്, അവരുടെ ഉള്ളിൽ ഒരു അകം ലോകമുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ഒരു താളത്തിൽ ഇങ്ങനെ പോകുമ്പോൾ നമ്മളാണ് സത്യത്തിൽ അതൊരു മനോഹരമായ ഒരു സിസ്റ്റം, ഈ പ്രകൃതിയുടെ ഒരു സിസ്റ്റമായി വരുന്നത്. നമ്മളെല്ലാം മറ്റുള്ള നീ പുഷ് ചെയ്ത് നമ്മൾ മാറ്റാൻ പാടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. താങ്ക് യു സോ മച്ച്. മൂന്നാമത്തെ, പ്രപഞ്ച നിയമങ്ങളെ അനുസരിക്കുക. അത് നമ്മൾ എപ്പോഴും പറയുന്നതാണ്, യൂണിവേഴ്സൽ ലോസിനെ ഫോളോ ചെയ്യുക എന്നുള്ളത്. അതായത് എങ്ങനെയാണ് ലോകത്തിനോട് നമ്മൾ ധാർമ്മിക ഉത്തരവാദിത്തം കാണിക്കേണ്ടത് എന്നുള്ളതിന്റെ
പോയിന്റിന്റെ അടിയിൽ വരുന്നതാണ് ഈ ഒരു പ്രധാനപ്പെട്ട പോയിന്റുകൾ. നാലാമത്തെ ചെറിയൊരു പോയിന്റ്, ഏത് പ്രവൃത്തിയും മറ്റുള്ളവരുടെ നന്മയും കൂടി ഉദ്ദേശിച്ച് മാത്രം ചെയ്യുക എന്നുള്ളത്. നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന പോയിന്റ് ലാസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യണേ. ഇതിനകത്ത് ഏറ്റവും നിങ്ങൾക്ക് കൂടുതൽ സ്ട്രൈക്ക് ചെയ്ത ചില പോയിന്റുകൾ നിങ്ങൾക്ക് പുതുതായിട്ട് കിട്ടിയത്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആഴത്തിൽ സ്പർശിച്ചതുമായ ഏതെങ്കിലും പോയിന്റ് ഉണ്ടെന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് ലാസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ. കാരണം പറഞ്ഞാൽ എനിക്കൊന്ന് നോട്ട് ചെയ്യാൻ വേണ്ടിയാണ്. ലാസ്റ്റ് ഞാൻ കമന്റ് നോക്കാം. അപ്പൊ ഇതിനകത്ത് ഈ നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, നാലാമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ലോകത്തിനോടുള്ള ധാർമ്മികത നമ്മൾ കാണിക്കേണ്ടത് എന്നുള്ളത്. നമ്മൾ സ്വാർത്ഥമായിട്ട് മാത്രം ജീവിക്കാൻ പാടില്ല. നമുക്ക് ഒരു നന്മയ്ക്ക് വേണ്ടി, അത് നമ്മൾ ശ്രീനാരായണ ഗുരുവിന്റെ ആ ഒരു വാക്യമൊക്കെ അനുസരിച്ചുകൊണ്ട് പറയാറുണ്ട്, അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് കൂടി സുഖത്തിനായി വരയണം എന്നുള്ള ആ ഒരു, അതായത് അവനവന്റെ നന്മയ്ക്ക് വേണ്ടി ആചരിക്കുന്നവയെല്ലാം തന്നെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയും കൂടി വരണം. അതാണ് ഈ ഒരു നാലാമത്തെ പോയിന്റ് ആയിട്ട് ക്രിസ്ത്യൻ ഡി ലാൻസർ ഇവിടെ പറയുന്നത്. എല്ലാവരും സ്പിരിച്വൽ ആയിട്ടുള്ള പോയിന്റുകൾ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഏത് പ്രവൃത്തിയും നമ്മൾ നമുക്ക് വേണ്ടി നേടുന്ന ഒരു പ്രവൃത്തി, നമുക്ക് വേണ്ടി നേടാൻ ആഗ്രഹിക്കുന്ന ഒരു നന്മ, ആ നന്മ മറ്റുള്ളവർക്കും കൂടി നന്മയായി വരണം. നമ്മളൊരു ബിസിനസ് നടത്തിയാൽ ആ ബിസിനസ്സിൽ നമ്മൾ നേട്ടം ഉണ്ടാകുമ്പോൾ കൂടി അത് മറ്റുള്ളവർക്കൊരു ദ്രോഹമായി വരാൻ പാടില്ല. നമുക്കുണ്ടാകുന്ന ഒരു നേട്ടം മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടായി വരുന്ന രീതിയിൽ ആയാൽ അവിടെ ധാർമ്മിക ച്യുതി വരും. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും മറ്റുള്ളവർക്ക് നന്മയെ ഉദ്ദേശിച്ചല്ലെന്നുണ്ടെങ്കിൽ ആത്യന്തികമായി അത് പരാജയപ്പെട്ടു പോകും. അപരനും കൂടി സുഖത്തിന് വേണ്ടി മാത്രമേ നമ്മൾ പ്രവർത്തിക്കാൻ പാടുള്ളൂ. അതാണ് ഈ ഒരു പോയിന്റായിട്ട് പറയുന്നത്. 4 പോയിന്റുകളാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്, എങ്ങനെയാണ് ലോകത്തിനുള്ള ധാർമ്മികത കാണിക്കുക എന്നുള്ളത്. ഈ ഒരു ധാർമ്മികത നമ്മൾ കാണിച്ച് കൃത്യമായി നമ്മുടെ സ്പിരിച്വലി ഒന്ന് ഉയർന്നു കഴിയുമ്പോൾ, നമ്മൾ ഈ കൃത്യമായി ഈ രീതിയിൽ നമ്മൾ ജീവിത ശൈലി രൂപപ്പെടുത്തി വരുമ്പോൾ നമ്മൾ നാലാമത്തെ പോയിന്റ് ആയിട്ട് വരും, ഈ ഒരു സ്പിരിച്വലി ഉയർന്നു വരുമ്പോൾ ഉണ്ടാകുന്ന സ്വാതന്ത്ര്യം. സ്പിരിച്വലി ഉയർന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ഫ്രീഡം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമെന്ന് കരുതുന്നു. അതായത് നമ്മളെന്താണ്, കൃത്യമായി പ്രകൃതി നിയമങ്ങളെ അല്ലെങ്കിൽ പ്രപഞ്ച നിയമങ്ങളെ ഫോളോ ചെയ്ത് ജീവിക്കുന്നതാണ് യഥാർത്ഥത്തിൽ എന്താണ് മനുഷ്യന്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞൊരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നല്ലേ. അതായത് സത്യത്തിൽ നമ്മൾ പ്രപഞ്ച നിയമങ്ങളെ നമ്മൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് റെസ്ട്രിക്ഷൻസ്, നമ്മൾ സ്വയം ചില നിയന്ത്രണങ്ങളൊക്കെ, മനസ്സിനൊക്കെ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി നമുക്ക് ചില കാര്യങ്ങളൊക്കെ ത്യജിച്ച്, ചില എല്ലാവരും ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് സ്വയം നിയന്ത്രിച്ചൊക്കെ ജീവിക്കുമ്പോഴാണ് സത്യത്തിൽ പ്രപഞ്ച നിയമങ്ങളെ നമ്മൾ അനുസരിച്ച് ജീവിക്കാൻ കഴിയുന്നത്. പക്ഷെ അങ്ങനെ നമ്മൾ ജീവിച്ചു വരുമ്പോൾ സത്യത്തിൽ അത് ഒരു മനുഷ്യനുപരി ഒരു സ്പിരിച്വൽ ബീയിങ് എന്നുള്ള രീതിയിൽ നമ്മുടെ സ്പിരിറ്റിന്റെ സ്വാതന്ത്ര്യമാണ്. വലിയൊരു പവറിലേക്കാണ് മനുഷ്യൻ എത്തുന്നത്. വലിയൊരു സ്വാതന്ത്ര്യമാണ് അവിടെ ലഭിക്കുന്നത്. ആ സ്വാതന്ത്ര്യം എന്താണ്? ഓരോ പരിമിതികളെയും നമ്മൾ എന്താ പറയുക, ഓരോ ചങ്ങലകളുണ്ടല്ലോ, നമ്മൾ വരിഞ്ഞു മുറുക്കപ്പെട്ടു പോവുകയാണ് സത്യത്തിൽ. അലസമായിട്ട് നമ്മൾ ധാർമ്മിക ച്യുതിയോടുകൂടി ധർമ്മമെല്ലാം വിട്ട് കളഞ്ഞ് ജീവിക്കുമ്പോൾ സത്യത്തിൽ ഇത് വരിഞ്ഞു മുറുക്കപ്പെടുകയാണ് നമ്മുടെ ആത്മാവ്. നമ്മൾ ഒരു മനുഷ്യൻ എന്നുള്ള സകല പവർ നഷ്ടപ്പെട്ടാണ് അങ്ങനെയുള്ള ദുർബലതകളിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് നമ്മൾ തെറ്റുകൾ ചെയ്ത് ജീവിക്കുമ്പോൾ, പ്രപഞ്ച നിയമങ്ങളെ ധിക്കരിച്ച് ജീവിക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ കരുതുന്നത് നമ്മളെന്തോ നേടുന്നുണ്ട്. അല്ല, സത്യത്തിൽ നമ്മൾ വരിഞ്ഞു മുറുക്കപ്പെട്ട് നമ്മൾ ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ നമ്മൾ ഒരു ധാർമ്മികമായ ജീവിതം പ്രപഞ്ച നിയമങ്ങളെ അനുസരിച്ച് പ്രകൃതിയോട് ഇടകലർന്ന് നല്ല രീതിയിൽ പ്രകൃതിയെ ബഹുമാനിച്ച് മറ്റു മനുഷ്യരുടെ താല്പര്യങ്ങളെയും അവരുടെ ജീവിതത്തെയും ബഹുമാനിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ജീവിക്കുമ്പോഴൊക്കെ നമുക്ക് കുറച്ച് റിസ്ട്രിക്റ്റഡ് ആണ് നമുക്ക്. പക്ഷേ ക്രമേണ നമ്മളും ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അത് സത്യത്തിൽ ആ ഓരോ പ്രവൃത്തികളും നമുക്ക് ക്രമേണ നമ്മുടെ ഓരോ ചങ്ങലകൾ കെട്ടിപ്പൂട്ടിയിട്ടിരിക്കുന്ന ചങ്ങലകളെ പൊട്ടിച്ചു കളയുന്നത് പോലെയാണെന്നാണ് പറയുന്നത്. ക്രമേണ നമ്മൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കും. എന്തിന്റെ സ്വാതന്ത്ര്യം? അടിമത്വത്തിൽ നിന്നുള്ള മോചനം. എന്ത്? പരാജയ ഭീതി. ആർക്കാണ് ഭയം വരുന്നത്? തെറ്റുകൾ ചെയ്യുന്നവർക്കേ ഭയം വരുള്ളൂ. ഈ ഭയങ്കര ഭയമാണെന്ന് പറയുന്നവരൊക്കെ ശ്രദ്ധിച്ചോണമെന്ന്, ഏതെങ്കിലും രീതിയിൽ പ്രപഞ്ച നിയമങ്ങളുടെ ലംഘനങ്ങൾ അവരുടെ ലൈഫിനകത്ത് നടക്കുന്നുണ്ട്.
ആ ഭയം സത്യത്തിൽ ആ ഒരു ലംഘനങ്ങൾ നടക്കുന്നത് മൂലം ഉണ്ടാകുന്ന ചില ഒരു പൂട്ടലുകളുണ്ട്, അല്ലെങ്കിൽ ഒരു വരിഞ്ഞു മുറുക്കലിന്റെ ഫലമായിട്ടാണ് ആ സ്വാതന്ത്ര്യമില്ലായ്മയാണ് ആ മനുഷ്യന്റെ സ്വതസിദ്ധമായ പവറിനെ നഷ്ടപ്പെടുത്തിയ ഒരു ധൈര്യത്തെ, കറേജ് എന്ന് പറയുന്ന ആ ഒരു കോൺഷ്യസ്നെസിന്റെ ലെവലിൽ നിന്നൊക്കെ താണു പോകാൻ പ്രധാന കാരണം മനുഷ്യന്റെ ഈ ഒരു നിയമങ്ങൾ തെറ്റിച്ച് ജീവിക്കുന്നത് കൊണ്ടാണ്. ധാർമ്മികത ഇല്ലാതെ ജീവിക്കാൻ പ്രേരിപ്പിക്കപ്പെട്ടു പോകുന്നത് കൊണ്ടും കൂടിയായിരിക്കാം. അപ്പൊ നമ്മൾ അതിനെയൊക്കെ ഒന്ന് മനസ്സിനെ നിയന്ത്രിച്ച് നമ്മൾ ധാർമ്മികതയോടുകൂടി ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ആദ്യം വരുന്നത് നമ്മൾ ഭയമില്ലായ്മ, ക്രമേണ നമുക്ക് ധൈര്യം വരും. പരാജയ ഭയം, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കാരണം ഉള്ളിന്റെ ഉള്ളില് കുറ്റബോധമുണ്ട്, ഗിൽറ്റുണ്ട്. ഈ പറയുന്നല്ലോ നമ്മളിവിടെ എന്തിനാണ് ഇതൊക്കെ നമ്മളതൊക്കെ പാലിക്കുന്നത്, ഫ്രീ ആയിട്ട് നടന്നില്ല. മനുഷ്യന് പറഞ്ഞാൽ ഫ്രീഡം വേണ്ടേ എന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മൾ സകല കാര്യങ്ങളും നമ്മൾ തെറ്റിച്ച് ജീവിക്കുമ്പോൾ സംഭവിക്കുന്ന പറഞ്ഞാല് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ കുറ്റബോധം വരുന്നുണ്ട്, ഗിൽറ്റ്. ആ ഗിൽറ്റിന്റെ ബേസിലാണ് ഈ ഭയം വരുന്നത്. ഡോക്ടർ ഡേവിഡ് ഹോക്കിൻസിന്റെ ആദ്യം മാപ്പ് ഓഫ് കോൺഷ്യസ്നെസ്സിന്റെ ആ പുസ്തകങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ്. ഗിൽറ്റ് വരും. ആ ഗിൽറ്റ് വരുമ്പോൾ ഭയം വരും. എനിക്ക് എന്ത് ചെയ്താലും ഞാൻ വിജയിക്കില്ലായിരിക്കും, പരാജയ ഭയം. അതേസമയം ഒരു കൃത്യമായി യൂണിവേഴ്സൽ ലോസ് ഫോളോ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാളുടെ ഉള്ളിൽ എൻ്റെ ഒരു ഹയർ പവറിനെ ഞാൻ നമിച്ചുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. ഇത് ഞാൻ കൃത്യമായി ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് മുകളിൽ നിന്നുള്ള സപ്പോർട്ട് തീർച്ചയായിട്ടും കിട്ടും എന്നൊരു വിശ്വാസം ഉള്ളിലേക്ക് അവരറിയാതെ തന്നെ വരും. അവരറിയാതെ തന്നെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കറേജായി വരും, ധൈര്യമായിട്ട് വരും. ഏതൊരു വിഷയത്തെയും ഭയക്കാതെ മുന്നോട്ട് പോകാം. ഒരു തരത്തിലുള്ള ഭയം ഉണ്ടാകില്ല അവർക്ക്. അതുപോലെ തന്നെ ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ഈ പറഞ്ഞതുപോലെ തന്നെ വിശ്വാസമില്ലായ്മയാണ്, ആത്മാവിലുള്ള സ്പിരിറ്റിലുള്ള വിശ്വാസമില്ലായ്മയാണ് ആത്മവിശ്വാസമില്ലായ്മ എന്നുള്ള വാക്കുകൊണ്ട് ഉപയോഗിക്കുന്നത്. നെഗറ്റീവ് മൈൻഡ് സെറ്റ് മാറും. എന്തിനേയും കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ എന്തിനേയും ഭയത്തോടു കൂടി നോക്കിക്കാണുന്ന ആ ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, നിങ്ങൾ പലരും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമായിരുന്നു മുമ്പ്. ഇപ്പോൾ കുറേ മാറ്റം വന്നതാണ്. നമ്മുടെ പ്രാക്ടീസുകളും നമ്മുടെ ക്ലാസ്സുകളിലൂടെ കടന്നു വന്നപ്പോഴും കുറേ പേർക്കെങ്കിലും കുറച്ചെങ്കിലും ഒക്കെ മാറ്റം ഉണ്ടായി കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എങ്ങനെയാണ് കൺഫേം ചെയ്യാമോ? താങ്ക് യു. ഇനി കിടക്കുന്നതേ ഉള്ളൂ ബാക്കി. ഇതെന്ന് പറഞ്ഞാൽ ഒരു ക്ലീനിങ് നടന്ന് വരുമ്പോഴത്തേക്ക് ആ ഡെവലപ്മെന്റ് വരും, നമുക്ക് ധൈര്യം എല്ലാം കയറി വരും. പിന്നെ സ്പിരിച്വൽ ആയിട്ടുള്ള ആ ഒരു സ്വാതന്ത്ര്യം, കോൺഫിഡൻസ് ലെവൽ കൂടും. ഡെഫിനറ്റ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഒരു കോൺഫിഡൻസ് എല്ലാം കിടക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ളൊരു പവറിൽ, നമ്മുടെ ഉള്ളിലുള്ള ശക്തിയിലാണ്. അത് മറയ്ക്കപ്പെട്ടു പോകും, വരിഞ്ഞു മുറുക്കപ്പെട്ടു പോകുന്നതാണ് നമ്മൾ തെറ്റുകൾ ചെയ്യുമ്പോൾ. ക്യാരക്ടർ പ്യൂരിഫിക്കേഷന്റെ കാര്യം പറയാറുണ്ട്. ക്യാരക്ടർ പ്യൂരിഫൈ ചെയ്ത് ടോപ്പ് ലെവലിൽ നിൽക്കുമ്പോൾ നമ്മൾ ഒന്നിനെയും ഭയക്കേണ്ടി വരില്ല. നമുക്ക് ഉള്ളിൽ തന്നെ ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ലഭിക്കുക എല്ലാം. പക്ഷെ നമ്മുടെ ക്യാരക്ടർ മോശപ്പെട്ട ക്യാരക്ടർ കൊണ്ട് ജീവിക്കുമ്പോൾ പിന്നെ നമ്മൾ അതിനൊരു തിരിച്ചടി കിട്ടുമോ എന്നുള്ള ഭയന്ന് വരും. അപ്പൊ ഒന്നിനും ഒരു ആത്മവിശ്വാസം ഉണ്ടാവില്ല. അത് നമ്മൾ സബ് കോൺഷ്യസ്ലിയാണ്. ബോധം കൊണ്ട് നമ്മൾ വിചാരിക്കും നമ്മൾ തെറ്റൊന്നും ചെയ്തില്ലെന്നാണ്. സബ് കോൺഷ്യസ്ലി നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാവില്ല. ധാർമ്മിക ച്യുതിയിൽ ജീവിക്കുന്നവരുടെ കാര്യമാണ് പറയുന്നത്. എപ്പോഴും ഭയത്തിലായിരിക്കും. അതാണ് സ്പിരിച്വാലിറ്റിയുടെ ഗുണം. ഇതാണ് സ്പിരിച്വാലിറ്റി ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ ഏതൊരു കാര്യത്തിന് മുമ്പ് നിങ്ങൾ ആദ്യം സ്പിരിച്വാലിറ്റിയെ ഒന്ന് ഫോളോ ചെയ്ത് എന്താണെന്ന് മനസ്സിലാക്കി അതിന്റെ ചില തത്വങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളത് വീണ്ടും ഞാൻ ആവർത്തിച്ച് റിക്വസ്റ്റ് ചെയ്യുകയാണ്. പിന്നെ ഈ ഒരു ഹയർ ലെവൽ ധാർമ്മികമായ ഔന്നിത്യത്തിലേക്ക് എത്തുമ്പോൾ നമ്മളെ സഹായിക്കുന്നത് ഈ മാറാനുള്ള പേടി, ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് മാറാനുള്ള ഒരു പേടിയിൽ നിന്ന് നമ്മൾ മോചനം നേടും. ഡെവലപ്പ് ചെയ്യാനും കയറി വരാനും, അതായത് ഈ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പൊട്ടിച്ചെറിഞ്ഞ് പുറത്തേക്ക് വരാൻ ഭയന്ന് നിൽക്കുന്നവർക്കൊക്കെ അപാരമായ ധൈര്യം കിട്ടിത്തുടങ്ങും. ജീവിതത്തിൽ ഉയർന്ന ലെവലിലേക്ക് എത്താൻ വേണ്ടിയുള്ള അപാരമായ ധൈര്യം, അതും ഉയർന്ന ലെവലിലുള്ള സ്പിരിച്വാലിറ്റിയിലൂടെ ലഭിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെയാണ് അഞ്ചാമത്തെ പോയിന്റ് ആയിട്ട്, ഈ ഒരു ചാപ്റ്ററിന്റെ ഒരു അഞ്ചാമത്തെ പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് നോക്കാം. പ്രിൻസിപ്പിൾ ഓഫ് റെസിപ്രോസിറ്റിയാണ്. അതായത് ഈ പരസ്പര ബന്ധം. ഒരു ചെറിയൊരു പോയിന്റ് ആയിട്ട് അദ്ദേഹം ഇതിൽ പറയുന്നത്, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന എല്ലാ
അനുഗ്രഹങ്ങളും അല്ലെങ്കിൽ ഒരു അനുഗ്രഹം കൊണ്ടുള്ള ജീവിതത്തിൽ ലഭിക്കുന്ന കാര്യങ്ങൾ, ആ അനുഗ്രഹങ്ങൾ നമുക്ക് റാണ്ടമായിട്ടൊന്നും ലഭിക്കുന്നതല്ല. ആളുകളുടെ ജീവിതത്തിൽ ഓരോരോ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നതും അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതും ഒക്കെ പലരും കരുതും അവർക്ക് എന്താ പറയുക, അവരുടെ തലവിധി അങ്ങനെ ആയതുകൊണ്ട്, തലയിലെഴുത്ത് അങ്ങനെ ആയതുകൊണ്ട് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ഓരോ ന്യായങ്ങളൊക്കെ പറഞ്ഞ് അതിനെ അങ്ങ് നിസ്സാരവൽക്കരിക്കും. ഒന്നുമല്ല, ഓരോ കാര്യങ്ങളും നമ്മൾ ഏതെങ്കിലും തരത്തിൽ നൽകിയത് കൊണ്ടും ഓരോ നന്മകളും നമ്മുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുന്നത് നമ്മൾ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ജീവിതത്തിലൂടെ നൽകിയത് കൊണ്ടും ആ നന്മ നമ്മൾ അറിയാതെയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കുവാൻ തയ്യാറാകുന്ന സാഹചര്യത്തിലും മാത്രമാണ്. ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഒരാളുടെ ജീവിതത്തിൽ ഒരു കാര്യം, അത് നന്മയാകട്ടെ തിന്മയാകട്ടെ, ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നല്ല ഒരു അനുഗ്രഹപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായി, വലിയൊരു മാനിഫെസ്റ്റേഷൻ നടന്നു, വലിയൊരു കാര്യം നടന്നു, ജീവിതത്തിൽ നന്മ നടന്നു, അത് ആ കാര്യം അവിടെ സംഭവിക്കാൻ തക്ക വിധമുള്ള എന്തോ ചില കാര്യങ്ങൾ ആ വ്യക്തി ആ ഒരു യൂണിവേഴ്സിനോട് അത് ചോദിച്ചു വാങ്ങിയതാണ് എന്നുള്ളതാണ്. ആ പോയിന്റ് എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. ചോദിച്ചു തന്നെ വാങ്ങിയതാണ്. അതായത് ഒരു കാര്യവും നമ്മുടെ ലൈഫിലേക്ക് വെറുതെ വരും, റാണ്ടമായിട്ടൊന്നും ഒരു ലൈഫിലേക്ക് ഒരു കാര്യവും സംഭവിക്കില്ല. ഏതെങ്കിലും വിധത്തിൽ അത് ലൈഫിൽ ആ വ്യക്തിയുടെ മനസ്സുകൊണ്ട് ചോദിക്കുകയും അല്ലെങ്കിൽ കർമ്മം കൊണ്ട് ചോദിക്കുകയും ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത്. കർമ്മം കൊണ്ടും ചോദിക്കും, മനസ്സുകൊണ്ടും ചോദിക്കും. രണ്ടാമതൊരു പോയിന്റ്, നിങ്ങൾ വലിയ ഒരു നന്മ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ചയും നന്മയും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അഞ്ചാമത്തെ പോയിന്റിൽ ആയിട്ട് അദ്ദേഹം പറയുന്നതാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നന്മയും ഉയർച്ചയും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് വാങ്ങാൻ നിങ്ങൾ റെഡി ആകാതെ നിങ്ങളുടെ ലൈഫിലേക്ക് അത് വരില്ല എന്നുള്ളത്. അവിടെയാണ് പലർക്കും പറ്റുന്ന അബദ്ധവും പരാജയവും അവിടെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ വലിയ കാര്യങ്ങൾ പ്രാർത്ഥിക്കും, ജീവിതത്തിലേക്ക് ഉയർന്ന കാര്യങ്ങൾ തരണമേ എന്ന് പ്രാർത്ഥിക്കും. പക്ഷേ വന്നാൽ അത് ഹോൾഡ് ചെയ്യാനുള്ള വന്നാൽ നമ്മൾ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം. അത് തയ്യാറാകാതെ ആയിരിക്കും ചോദിക്കുന്നത്. ആ തയ്യാറാകാതെ ചോദിച്ചാൽ തരില്ല. വൺസ് നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ, നമ്മൾ മനസ്സുകൊണ്ട് ഉള്ളുകൊണ്ട് നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കാതെയും പല കാര്യങ്ങളും നടക്കും നമുക്ക് അനുകൂലമായിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ആൾ തിങ്സ് ഷാൾ ബി ആർഡർ. അത് ഈ ഒരു അനുബന്ധമായിട്ട് അദ്ദേഹം പറഞ്ഞതാണ്. അതാണ് പറഞ്ഞത്, നമ്മൾ കൃത്യമായിട്ട് നമ്മൾ നല്ല മനുഷ്യരായിട്ട് ജീവിച്ചാൽ തന്നെ നമുക്ക് ജീവിതത്തിലേക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും തരും. നമ്മൾ നല്ല മനുഷ്യരായി നല്ല ധാർമ്മികമായ ഉയർന്ന ലെവലിൽ ജീവിക്കാൻ തയ്യാറാകുമ്പോൾ മനസ്സുകൊണ്ട് വിശാലമാവുകയാണ് മനുഷ്യൻ. മനസ്സുകൊണ്ട് വിശാലമാകുമ്പോൾ നമ്മൾ ചോദിക്കാതെ തന്നെ എല്ലാ കാര്യങ്ങളും തരും. ചോദിച്ചാലും തരും, ചോദിച്ചില്ലെങ്കിലും തരും. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് റെസിപ്രോക്കൽ എന്നത്. ധാർമ്മികമായിട്ട് നമ്മൾ ഉയർന്ന ലെവലിൽ ജീവിക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ കൊടുക്കുകയാണ് പ്രകൃതിക്ക്. അല്ലെങ്കിൽ നമ്മൾ മറ്റു മനുഷ്യർക്ക് ഒരുപാട് നന്മകൾ ചെയ്യുന്ന വ്യക്തികളാണ്. നമ്മൾ കൃത്യമായിട്ട് ഒരുപാടൊന്നും ചോദിക്കുന്നില്ല, നമ്മൾ വലിയ പ്രാർത്ഥനകളൊന്നും ചെയ്യുന്നില്ല, പക്ഷെ നമ്മൾ ധാരാളമായ നന്മകൾ മറ്റു മനുഷ്യർക്ക് നന്മകൾ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും നമുക്ക് സത്യത്തിൽ കർമ്മം കൊണ്ട് നമ്മൾ ഹൈ ലെവലിൽ എത്തിയിട്ട് ആ കർമ്മത്തിനനുസൃതമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ തരും. അതാണ് പ്രിൻസിപ്പിൾ റെസിപ്രോസിറ്റി എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ നമ്മൾ കൊടുത്ത് പരസ്പര ബന്ധമുണ്ട് പ്രകൃതിയും മനുഷ്യനും തമ്മിൽ, പ്രപഞ്ചവും മനുഷ്യനും തമ്മിൽ. ഒരു കാര്യവും നമ്മൾ വെറുതെ നമ്മൾ ഈ ഭൂമിയിൽ ചെയ്ത് എനിക്കൊന്നും കിട്ടിയില്ല എന്ന് പറയാൻ പാടില്ല. നമ്മൾ കിട്ടുന്നുണ്ട് ഏതെങ്കിലും രീതിയിൽ. അതുകൊണ്ട് നമ്മൾ പ്രവർത്തികൾ എപ്പോഴും ഉയർന്ന ലെവലിൽ ആയിക്കണം എന്നുള്ളതാണ് നമ്മൾ ആ ഒരു പോയിന്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. താങ്ക് യു സോ മച്ച്. നമ്മൾ ഇതിനകത്ത് സ്പിരിച്വലി ഉയർന്ന ലെവലിലേക്ക് നമ്മൾ എത്തുമ്പോൾ, നമ്മൾ ഈ സ്പിരിച്വലായ ഒരു ബീയിങ് ആയിട്ട് നല്ല മനുഷ്യരായി നമ്മൾ മാറുമ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നത് നമ്മളറിയാലോ, നമ്മൾ ഒരു സ്പിരിച്വലായി ജീവിക്കാനാണ് നമ്മൾ ഈ ക്ലാസ്സുകളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. സ്പിരിച്വാലിറ്റിയുടെ പ്രാധാന്യമാണ്. അപ്പോൾ നമ്മൾ ഒരു സ്പിരിച്വലി ഒന്നുകൂടി ഉയർന്ന് ലഭിക്കുമ്പോൾ
നമുക്ക് ലഭിക്കുന്ന ചില ഗുണങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഭയവും ആശങ്കകളൊക്കെ മാറുമെന്നുള്ളത്, മാറാനുള്ള ഒരു റെസിസ്റ്റൻസ് ഒക്കെ നമുക്ക് മാറുമെന്നുള്ളതും എല്ലാം നമുക്ക് അത് മനസ്സിലായി. അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ട് ഒരു സ്പിരിച്വലി ഉയർന്ന ഹയർ ലെവലിലേക്ക് എത്തുമ്പോൾ മനുഷ്യൻ സംഭവിക്കുന്നത് മാറ്റങ്ങൾ ഒന്നുകൂടി സമാധാനം, മനസ്സിന്റെ ആന്തരികമായ സമാധാനം, ഉയർന്ന ബുദ്ധിശക്തി, പ്രതിരോധശേഷി, നമുക്ക് ഉയർന്ന വൈബിലേക്ക് എത്തുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ്. ആന്തരികമായ സമാധാനം, ഉയർന്ന വിസ്ഡം, അതായത് നമുക്ക് ചെറിയ കാര്യങ്ങൾ തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കി, നമുക്ക് വലിയ ഉയർന്ന ബുദ്ധിശക്തിയാണ്. വലിയ രീതിയിൽ നമ്മുടെ മനസ്സ് വിശാലമാകും. ബുദ്ധിശക്തി വിശാലമാകുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഈ സബ്ജക്റ്റ് ഒക്കെ മനസ്സിലാവും. നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് എന്ത് വേണമെന്നുള്ള കാര്യത്തിനകത്ത് നമുക്ക് ഒരു ജ്ഞാനത്തിന്, അതായത് ജ്ഞാനത്തിലേക്ക് നമ്മൾ എത്തും, വിസ്ഡത്തിലേക്ക്, ഉയർന്ന ബുദ്ധിശക്തി. മൂന്നാമത്തത് ഉയർന്ന പ്രതിരോധശേഷി. അത് ശരീരത്തിനും മനസ്സിനും പ്രതിരോധശേഷി കിട്ടുമെന്നുള്ളതാണ്. അസുഖങ്ങളിൽ നിന്നുള്ള ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് മാറും. ഉയർന്ന സ്പിരിച്വാലിറ്റി, ഉയർന്ന സ്പിരിച്വൽ ലെവലിലേക്ക് നമ്മൾ എത്തുമ്പോൾ ആരോഗ്യകരമായ ഒരു ശരീരം കിട്ടും, ആരോഗ്യമുള്ളൊരു മനസ്സും കിട്ടും, പ്രതിരോധ ശേഷിയുള്ള മനസ്സ്. അങ്ങനെ വരുമ്പോൾ ചുറ്റുമുള്ള ആളുകളുടെ നെഗറ്റിവിറ്റി ഒന്നും നമ്മളെ ബാധിക്കില്ല. അപ്പം ഈ പ്രതിരോധം കുറഞ്ഞ ഒരു ശരീരമാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അടുത്തൊക്കെ നമുക്ക് ഏതെങ്കിലും അസുഖമുള്ള ആളുകളുടെ അടുത്തൊക്കെ നമുക്ക് നിൽക്കേണ്ടത് ചിലപ്പോൾ ആ ഒരു അസുഖം നമ്മളിലേക്ക് പകർക്കപ്പെട്ടേ. കാരണം പറഞ്ഞാൽ പ്രതിരോധ ശേഷി കുറഞ്ഞത് കൊണ്ടാണ്. അതായത് പ്രതിരോധ ശേഷി കൂടിയാണെന്നുണ്ടെങ്കിലോ ആ അസുഖത്തിൽ നിന്ന് നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ ലഭിക്കും, പ്രതിരോധം ലഭിക്കും. അത് ആ ഒരു ശരീരത്തിന്റെ പ്രതിരോധവും ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നെഗറ്റീവായ ചില ആളുകളുടെ അടുത്ത് നമ്മൾ കുറച്ചു നേരം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നെഗറ്റിവിറ്റി നമ്മളിലേക്ക് പകർന്ന് ലഭിക്കുന്ന ഒരു സംഭവമുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതല്ലേ, ആളുകൾ നെഗറ്റീവായി കുറച്ചു നേരം സംസാരിക്കുമ്പോൾ നെഗറ്റീവായിട്ട് നമ്മളെ തന്നെ തളർത്തിക്കളയും. പക്ഷെ അതിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. എത്ര നെഗറ്റീവായ ആളുകളുടെ അടുത്ത് നമ്മൾ പോയിരുന്നാലും നമ്മൾ തന്നെ അവരെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നുള്ളത് നമുക്ക് ഒരു തരത്തിലും അവരുടെ ഒരു നെഗറ്റിവിറ്റി നമ്മളെ ബാധിക്കില്ല. ആ രീതിയിൽ നമ്മൾ സ്വയം പ്രൊട്ടക്ട് ചെയ്യപ്പെടും, പ്രതിരോധ ശേഷി വർദ്ധിക്കും. ആ ഒരു പ്രാക്ടീസുകൾ മാത്രമല്ല, നമ്മുടെ ഉയർന്ന ഈ ധാർമ്മികമായ ജീവിതത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ സൃഷ്ടിപരമായ ക്രിയേറ്റിവിറ്റി വർദ്ധിക്കും. ക്രിയേറ്റിവിറ്റി നമുക്ക് അതും നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ക്രിയേറ്റീവായി മാറും മനുഷ്യൻ. കുറച്ചുകൂടി ഒരു നമ്മുടെ തന്നെ മേഖലകളിൽ, നമ്മുടെ തൊഴിൽ മേഖലകളിലായാലും എല്ലാം നമുക്ക് കൂടുതൽ ചിന്തകളും ഉയർന്ന ലെവലിലേക്ക് നമ്മൾ എത്തും. അതുപോലെ തന്നെയാണ് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള കഴിവും, പവർ ഓഫ് മാനിഫെസ്റ്റേഷൻ എടുത്ത് പറയുന്നുണ്ട്. നമ്മളൊരു കാര്യം ആഗ്രഹിച്ചാൽ, നമ്മുടെ ലൈഫിലേക്ക് ഏതെങ്കിലും പോസിറ്റീവായ നല്ല കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുമ്പോൾ അത് മാനിഫെസ്റ്റ് ചെയ്യാനുള്ളൊരു പവർ ഈ ഉയർന്ന ബോധതലത്തിലേക്ക് എത്തുന്ന, ഉയർന്ന സ്പിരിച്വൽ ലെവലിലേക്ക് എത്തുന്ന ആളുകൾക്ക് ലഭിച്ചു തുടങ്ങും എന്നുള്ളതാണ്. മനുഷ്യന് അല്ലാത്ത പക്ഷം മനുഷ്യൻ മാനിഫെസ്റ്റ് ചെയ്യാൻ നമ്മുടെ ഫോഴ്സ് ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്യേണ്ടി വരും. സ്പിരിച്വാലിറ്റിയിൽ വിശ്വസിക്കാത്തവര്. സ്പിരിച്വാലിറ്റി വിശ്വസിക്കുമ്പോൾ സത്യത്തിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമുക്ക് അനുകൂലമായി വളരെ പവർഫുള്ളായ ആക്ഷൻസ് എടുക്കും, നമ്മളറിയാതെ തന്നെ. അങ്ങനെയാണ് മാനിഫെസ്റ്റേഷൻ ഈസി ആയിട്ട് നടക്കുന്നത്. അത് ഹീലിംഗ് നടക്കും, സബ് കോൺഷ്യസ് മൈൻഡ് ഹീലിംഗ് നടക്കും. തെറ്റുകളിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കുമ്പോൾ നമ്മൾ സത്യത്തിൽ പോസിറ്റിവിറ്റി, നല്ല പോസിറ്റീവായിട്ടുള്ള ഇന്നർ വേൾഡുള്ള ആളുകളായി മാറും. അതിന്റെ ഫലമായിട്ട് നമ്മൾ എടുക്കുന്ന ആക്ഷൻസ് എല്ലാം നമുക്ക് അനുകൂലമായി നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തുവാൻ വേണ്ട തരത്തിലുള്ള ആക്ഷൻസ് ആയിരിക്കും നമ്മൾ മിക്കവാറും ഒക്കെ എടുക്കുന്നത്. അതാണ് പവർഫുൾ ആയിട്ടുള്ള മാനിഫെസ്റ്റേഴ്സ് ആയി മാറുമെന്ന് പറയാൻ കാര്യം. അടുത്തത് ആശങ്ക കുറയും. അത് നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ ഭാഗത്ത് ആയിട്ട് തന്നെയാണ്. ആശങ്ക കുറയും എന്ന് പറഞ്ഞാൽ നമുക്ക് ഭാവിയെ കുറിച്ചുള്ള ഒരു ആശങ്ക ഉണ്ട്, പലർക്കും ഉണ്ടാകുന്ന ഒരു ടെൻഷനാണ്. അത് ഉയർന്ന ഒരു സ്പിരിച്വൽ എനർജി ലഭിക്കുമ്പോൾ, അതായത് സ്പിരിച്വാലിറ്റി നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ സ്പിരിച്വൽ എനർജി ലഭിച്ചു തുടങ്ങും. സ്പിരിച്വൽ എനർജി ലഭിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് എന്താണ്, ജീവോർജമാണ്, ആത്മീയ ഊർജമാണ് നമുക്ക് ലഭിക്കുന്നത്. അത് നമുക്ക് സത്യത്തിൽ പവർ ലഭിച്ചുകൊണ്ട് നമുക്ക് പേടി, ജീവിതത്തിൽ മുന്നോട്ട് എങ്ങനെ പോകണം, അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ വിജയിക്കുമോ, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയുള്ള ആശങ്കകൾ മാറാൻ നമ്മളെ സഹായിക്കുന്നത് അത്തരം ജീവോർജം അല്ലെങ്കിൽ ആത്മീയ ഊർജത്തിന്റെ ഒരു എനർജി ഫ്രീക്വൻസി ലെവലിൽ വർദ്ധിക്കുന്നതാണ് വൈബ്രേഷൻ വർദ്ധിക്കുമെന്ന് നമ്മൾ പറയുന്നത്. പിന്നെ ഉള്ള വഴികൾ തുറക്കപ്പെടുകയും സമൃദ്ധമായി നൽകപ്പെടുകയും ചെയ്യും. വഴികൾ തുറന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്കിപ്പോൾ പല കാര്യങ്ങളും നമ്മൾ സ്റ്റക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് ആ ഒരു വഴി തുറന്ന് കിട്ടിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നിടത്തൊക്കെ നിങ്ങൾക്ക് വഴി തുറന്ന് ലഭിക്കും ക്രമേണ. ജീവിതത്തിൽ വഴികൾ തുറക്കപ്പെടും. എല്ലാത്തിനും ഒരു പോംവഴി ഉണ്ടാകും. ആൾ തിങ്സ് ഷാൾ ബി ആർഡർ. എല്ലാത്തിനും എല്ലാം നൽകപ്പെടും എന്നുള്ളതാണ്. നമ്മൾ കൃത്യമായിട്ട് ഹയർ ലെവൽ സ്പിരിച്വാലിറ്റി, നിങ്ങൾ ഏത് ലെവലിൽ നിന്ന് നോക്കിയാലും അത് മനസ്സിലാവും. നമുക്ക് ഉയർന്ന ലെവലിലേക്ക് എത്തുമ്പോൾ നമുക്ക് സത്യത്തിൽ വെട്ടമാണ് ലൈഫിലേക്ക് വരുന്നത്. ആ വെട്ടം നമ്മുടെ ലൈഫിലേക്കുള്ള താൽക്കാലികമായ ഇരുട്ടുകളെ എല്ലാം മാറ്റും. അത്ര സിമ്പിളാണ്. നമുക്ക് തന്നെ തോന്നും ലൈഫ് എത്ര ഈസിയാണോ എന്ന് തോന്നും. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇത് ആണ് നമ്മൾ സത്യത്തില് ഒരു ലോകത്തോട് ഉള്ള നമ്മളൊരു ഹയർ ലെവലിൽ സ്പിരിച്വൽ പേഴ്സൺ ആയി ജീവിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ. പക്ഷെ ഇതിനോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞതാണ് ഹയർ ലെവൽ സ്പിരിച്വൽ പേഴ്സണായി മാറാൻ നമ്മൾ നമ്മോട് തന്നെ ധാർമ്മികത കാണിക്കണമെന്നുള്ളതാണ്. നമ്മൾ നമ്മോട് തന്നെ ധാർമ്മികത കാണിച്ചാൽ മാത്രമേ പരിപൂർണമായ ഒരു പോസിറ്റീവായുള്ള ഒരു സ്പിരിച്വൽ പേഴ്സണായി നമുക്ക് മാറാൻ കഴിയും. അതിന് നമ്മോട് തന്നെ ധാർമ്മികത കാണിക്കാൻ നമ്മുടെ കാര്യങ്ങളും ധാരാളമായി നമ്മൾ ചോദിച്ചു വാങ്ങണം എന്നുള്ളതാണ്. എവിടെ നിന്നാണ് ചോദിച്ചു വാങ്ങാനുള്ളത്? നമ്മുടെ ഹയർ പവറിനോട് നമ്മൾ ചോദിക്കാൻ ഒരു മടിയും കാണിക്കരുത് എന്നുള്ളതാണ്. നമ്മൾ ഏറ്റവും ഭംഗിയായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ച് കാണുവാനാണ്, ഏറ്റവും ഉയർന്ന ലെവലിൽ നമുക്ക് വേണ്ടത് ചോദിച്ച് സൃഷ്ടിച്ച് നമ്മൾ ജീവിച്ച് കാണുവാനാണ് നമ്മൾ ഹയർ പവർ ആയിട്ടുള്ള ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഈ യൂണിവേഴ്സ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമ്മൾ ഏറ്റവും മികച്ച രീതി, അതിനൊരു ഉദാഹരണം ആ പുസ്തകത്തിൽ പറയുന്നത്, ഈ ചാപ്റ്ററിൽ പറയുന്നത്, നിങ്ങളൊരു ലില്ലി ചെടിയെ കണ്ടില്ലേ? അതിന്റെ പൂക്കൾ വിടർന്ന് നിൽക്കുന്ന എത്ര മനോഹരമാണ്. ആ ഒരു മനോഹരമായ ലില്ലി ചെടിയിൽ പോലെ നിങ്ങൾക്കും എന്തുകൊണ്ടായിക്കൂടാ? മനോഹരമായി അണിഞ്ഞൊരുങ്ങിക്കൂടാ? മനോഹരമായി നിങ്ങൾക്ക് ഏറ്റവും മനോഹരമായി നിങ്ങൾക്ക് ജീവിക്കും. എന്തുകൊണ്ട് നിങ്ങൾ ഏറ്റവും ലോവർ ലെവൽ അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നില്ല? ലോവർ ലെവലിൽ നിങ്ങൾ പരാജയപ്പെട്ട ലക്ഷണങ്ങൾ കാണിച്ചുകൊണ്ട് ഒരിക്കലും ഈ ഭൂമിയിൽ ജീവിക്കരുതെന്നാണ്. ഉയർന്ന ലെവലിൽ ഒരു ലില്ലിപ്പൂവിനെ പോലെ മനോഹരമായി അണിഞ്ഞൊരുങ്ങി വേണം ഈ ഭൂമിയിൽ ജീവിക്കാൻ, മനോഹരമായി. അപ്പോൾ അത് കാണാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മളെ ചാപ്പ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ രീതിയിൽ ആകാൻ ആഗ്രഹിക്കുകയും നിങ്ങളുടെ കയ്യിലുള്ള വിഭവങ്ങൾ വെച്ചിട്ട് നിങ്ങൾ നിലവിൽ ഏറ്റവും മനോഹരമായി ജീവിക്കുക. അത് നിങ്ങൾ സ്വയം ചെയ്യുന്ന ഒരു നീതിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ നീതികേടായി പോകും. കയ്യിലുള്ളതെല്ലാം ചുരുക്കി ചുരുക്കി വയ്ക്കുകയും സ്വന്തം കാര്യങ്ങൾ നോക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിക്കുകയും സ്വയം ശോഷിച്ച് സ്വയം ദരിദ്രപ്പെട്ട് ജീവിക്കുകയും സ്വയം ഇല്ലാതെ ജീവിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ദൈവത്തോട് ചെയ്യുന്ന വലിയ നീതികേടാണ്. അത് നിങ്ങളോട് ചെയ്യുന്ന നീതികേടാണ്. അത് കാണാൻ ഉയർന്ന ലെവലിലുള്ള ഹയർ പവർ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ കയ്യിലുള്ള വിഭവം വെച്ചിട്ട് നിങ്ങൾ നല്ലതുപോലെ ഈ ഭൂമിയിൽ ജീവിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളതല്ല, ജീവിക്കുക ഉള്ളത് വെച്ചിട്ട്. എന്നിട്ട് കൂടുതൽ നന്നായി ജീവിക്കാനുള്ളത് തേടുക. ഭൗതികമായ കാര്യങ്ങൾ ചോദിക്കുന്നത് കൊണ്ടും നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതും ഏറ്റവും നല്ലതാണ്. പലർക്കും ഞാൻ എൻ്റെ കഴിഞ്ഞ ഈ പ്രോസ്പെരിറ്റി വർക്ക്ഷോപ്പിൽ പങ്കെടുത്ത സുഹൃത്തുക്കൾ ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവരുടെ കുട്ടിക്കാലമൊക്കെ ഈ ഒരു സാമ്പത്തികമായിട്ടൊന്നും ഉയർന്ന് ചിന്തിച്ചാലോ ആകർഷിപ്പിച്ചാലോ ഒക്കെ വലിയ തെറ്റാണ്. ദൈവത്തിൽ നിന്നൊക്കെ അകന്നു പോകും. അങ്ങനെ ഒരുപാട് പൈസയൊന്നും ആഗ്രഹിക്കാൻ പാടില്ല എന്നൊക്കെ വിശ്വസിച്ചിട്ടാണ് പലരും വളർന്നു വന്നിട്ടുള്ളത്. എന്നിട്ട് എത്ര ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത നിങ്ങൾക്കുണ്ടെങ്കിൽ കൂടിയും നിങ്ങൾക്കൊരു സാമ്പത്തികമായിട്ട് എത്ര ഉന്നതമായ ലെവലിലെത്തിയാലും സാമ്പത്തികമായിട്ട് ഉന്നതിയിലെത്താൻ കഴിയില്ല. കാരണം പറഞ്ഞാൽ സബ് കോൺഷ്യസ്ലി ഈ സംഭവം കിടപ്പുണ്ട്. അങ്ങനെ അല്ല, അത് തെറ്റിദ്ധാരണയാണ്. അങ്ങനെ അല്ല പറയുന്നത്. നിങ്ങൾ ഏറ്റവും ഒരു മനുഷ്യൻ അവന്റെ ഫുള്ളസ്റ്റ് ആയിട്ട് ഈ ഭൂമിയിൽ ജീവിക്കണമെന്നാണ് അവന്റെ ജീവിതകാലയളവിൽ. അവന്റെ ഈ കഴിവുകൾ സ്പിരിച്വൽ പവർ ഉപയോഗിച്ചുകൊണ്ട് ഫുള്ളസ്റ്റ് ആയിട്ട്, ഫുള്ളസ്റ്റ് ഏറ്റവും നിറഞ്ഞ്, അതിപ്പോ നിലവിലുള്ളത് ഏറ്റവും നന്നായിട്ട് ഉപയോഗിച്ചിട്ട് കൂടുതൽ ഇതിൽ ബെറ്റർ ആയിട്ട് വേണം എന്ന് ഡിവൈൻ പവറിനോട് ആഗ്രഹിക്കുക, അല്ലെങ്കിൽ ചോദിക്കുകയാണ്. ചോദിക്കുക.
പ്രാർത്ഥിക്കുക, ചോദിക്കുക. അല്ലാതെ മറ്റുള്ളവനിൽ നിന്ന് പിടിച്ചെടുത്തിട്ട് ഞാൻ വളർന്ന് വലുതാകാനൊന്നും പാടില്ല. അതാണ് വേൾഡിലി മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യരുതെന്ന് അദ്ദേഹം പറഞ്ഞത്. വേൾഡിലി മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ലോകത്ത് നടക്കുന്ന മെത്തേഡ്, മനുഷ്യന്റെ സാധാരണ മെത്തേഡ്. സാധാരണ മനുഷ്യന്റെ മെത്തേഡ് എന്താണ്? എനിക്ക് നേടണമെങ്കിൽ മറ്റുള്ളവർ നഷ്ടപ്പെടുത്തിയിട്ട് അവന്റെ നഷ്ടം ഞാൻ ലാഭമാക്കി മാറ്റി ഞാൻ വളരണം. അതാണ് വേൾഡിലി മെത്തേഡ്, അതായത് ലോകത്തിന്റെ മെത്തേഡ്. അതല്ല. ഈ ലോകം എന്ന് പറഞ്ഞാൽ അപാരമായ സമൃദ്ധി കൊണ്ട് നിറയ്ക്കപ്പെട്ടതാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. ആ പ്രപഞ്ചത്തിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് മുഴുവനും നമുക്ക് ലഭിക്കുവാൻ വേണ്ടി, സത്യം പറഞ്ഞാൽ വലിയ രീതിയിൽ ലഭിക്കുവാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം ഇവിടെ, പ്രപഞ്ചം ഇവിടെ ഒരിക്കലും പൊങ്ങച്ചം എന്ന പരിഹാസം, അതിനൊക്കെ ഞാൻ വ്യക്തമായ ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട് കേട്ടോ. പൊങ്ങച്ചം എന്ന് ഒരിക്കലും ഒരു നെഗറ്റീവായ കാര്യമല്ല. ഞാൻ കൃത്യമായ ക്ലാസ്സുകളിൽ ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്താണ് ഈ പൊങ്ങച്ചത്തിന്റെ രീതി എന്നൊക്കെ പറഞ്ഞു. മറ്റുള്ളവർക്ക് വേണ്ടിയല്ല നമ്മൾ ജീവിക്കാനുള്ളത്. യൂണിവേഴ്സ് നോക്കുന്നത് നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് മാത്രമാണ്. നിന്റെ ലൈഫിലേക്ക് മാത്രമാണ് അത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ രീതിയിലാണ് നോക്കുന്നത്. നീ എങ്ങനെ ജീവിക്കുന്നു, നിനക്ക് ഞാൻ ഒരുപാട് വിഭവങ്ങൾ തന്നിട്ടുണ്ട്, നിനക്ക് ചോദിക്കാനുള്ള പവർ തന്നിട്ടുണ്ട്, നിനക്ക് സ്പിരിച്വൽ പവർ തന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ച് നീ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് അത് നോക്കുന്നത്. അവിടെ നമ്മൾ അതിനെ വിശ്വസിക്കാത്തത് കൊണ്ടാണ് നമ്മൾ കുറഞ്ഞു ചോദിക്കുന്നത്. അത് പൊട്ടിച്ചെറിയാൻ സമയം കഴിഞ്ഞു, ഒരു ഒന്നേ കഴിഞ്ഞെന്നറിയാം. ഇനിയൊക്കെ അത് മാറണം. അത് ഇനിയെങ്കിലുമൊക്കെ അത് മാറ്റണം. ആ ചിന്താഗതി തന്നെ മാറ്റിക്കളയണം. മറ്റുള്ളവരെ എന്ത് പരിഹാസമാണ് കാണിക്കുന്നതാണ് ഈ പറയുന്നത്. മറ്റുള്ളവർക്ക് എവിടെയാണ് സമയം? മറ്റുള്ളവർക്ക് നമ്മുടെ ലൈഫിലേക്ക് നോക്കുന്നതിനേക്കാളും സമയമൊന്നുമില്ല, തോന്നലാണത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, മറ്റുള്ള ചില ആളുകൾ അവരുടെ ലൈഫ് നമ്മളെ നോക്കിയിട്ട് ഒന്ന് മുഖം ചുളിക്കുന്നതിന്റെ ഒരു ചെറിയ നേരത്തെ കാര്യത്തിന് വേണ്ടി നമ്മുടെ ജീവിതം മുഴുവൻ നഷ്ടപ്പെടുത്തണം. മനോഹരമായ ഒരു ജീവിതത്തിലേക്ക് എത്താൻ കഴിയാത്ത വിധം നമ്മൾ സ്വയം കുറച്ചു കളയണം. ഒരാൾ ഒന്നോ രണ്ടോ തവണ പരിഹസിക്കും, പിന്നെ അയാളുടെ ലൈഫ് അയാൾക്ക് നോക്കിയില്ലെങ്കിൽ അയാൾക്ക് നിലനിൽപ്പുണ്ടാവില്ല. അയാളുടെ ലൈഫ് നോക്കി ഓടും. അപ്പൊ നമ്മൾ അയാളെ നോക്കിയിരുന്ന് നമ്മൾ നഷ്ടപ്പെട്ടു പോയില്ലേ? ഈ ഒരൊറ്റ പോയിന്റ് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളൊരു ലില്ലി ചെടിയിൽ എന്ന പോലെ എന്നുള്ള ഒരു ഉദാഹരണം വെച്ചിട്ട് നിങ്ങൾ അതുപോലെ അണിഞ്ഞൊരുങ്ങി ജീവിക്കണം. നിങ്ങൾ ഏറ്റവും മനോഹരമായ രീതിയിൽ അണിഞ്ഞൊരുങ്ങുക എന്ന് പറഞ്ഞാൽ അത് വസ്ത്രം കൊണ്ട് മാത്രമല്ല, നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ജീവിക്കാനുള്ള ഒരു ബെസ്റ്റ് ആയിട്ട് ജീവിക്കാൻ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ഏറ്റവും നിങ്ങൾ നിലവിലുള്ള അവസ്ഥയിൽ ഏറ്റവും ബെസ്റ്റ്. അതായത് മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാതിരിക്കരുത്. നിങ്ങളുടെ ഇഷ്ടങ്ങൾ നിങ്ങൾ വേണ്ടെന്ന് വെക്കരുത്. അത് നിങ്ങൾ ഉപയോഗിച്ചിട്ട് അത് കാണിച്ചു കൊടുക്കുക യൂണിവേഴ്സിറ്റി, ഇങ്ങനെയാണ് ഞാൻ ജീവിക്കുന്നത്, എനിക്ക് ഇതിലും ബെസ്റ്റ് വേണം. ആ ഒരു ലെവലിലേക്ക് പോകുമ്പോൾ അത് ആ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് ഉയരാനുള്ള നമ്മളെ സപ്പോർട്ട് തരും. അതിനുള്ള വരുമാന മാർഗം നമുക്ക് കാണിച്ചു തരും. അതിനുള്ള മാനസിക സപ്പോർട്ട് തരും, മെന്റൽ സ്ട്രെങ്ത് തരും, ഫിസിക്കൽ സ്ട്രെങ്ത് തരും, ആളുകളുമായിട്ട് കണക്ട് ചെയ്ത് തരും. അങ്ങനെയാണ് നമ്മൾ ഈ സ്പിരിച്വലി ജീവിക്കാനുള്ളത്. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇതാണ് ഭൗതികമായ സൗകര്യങ്ങൾ ചോദിക്കാൻ മടിക്കരുത്. 7ാമത്തെ പോയിന്റ്, ഭൗതികമായ സൗകര്യങ്ങൾ ചോദിക്കാൻ മടിക്കരുത്. നമ്മളൊരു മലയാളത്തിലേക്കൂടെ ഹെഡിങ് ആക്കി എടുത്തിരിക്കുകയാണ്. 8ാമത്തെ പോയിന്റ്, ട്രസ്റ്റിംഗ് ഡിവൈൻ ഗൈഡൻസ് ആൻഡ് അബണ്ടൻസ്. ട്രസ്റ്റിംഗ്, അതായത് ദൈവികമായ പ്രപഞ്ചത്തിന്റെ ആ ഒരു നമുക്ക് മുന്നോട്ടുള്ള പാത കാണിച്ചു തരുവാനുള്ള ഒരു ഡിവൈൻ ഗൈഡൻസിന് വേണ്ടിയും ഒരു ഉള്ളിൽ നിന്നുള്ള ഒരു മെസ്സേജിന് വേണ്ടിയും നമ്മൾ എന്ത് ചെയ്യണം? അത് നമുക്ക് കിട്ടുമെന്നൊരു വിശ്വാസം നമ്മൾ വെച്ച് പുലർത്തണം. അത് മാത്രമല്ല, ആ ഒരു മഹാസമൃദ്ധിയിൽ നമ്മൾ വിശ്വസിക്കുകയും വേണം. പ്രപഞ്ചത്തിന്റെ മഹാസമൃദ്ധിയിൽ നമ്മൾ വിശ്വസിക്കുകയും വേണം. മറ്റുള്ളവർക്ക് നഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് കിട്ടൂ എന്നുള്ള വിശ്വാസമല്ല നമുക്ക് വേണ്ടത്. അവർക്കും ധാരാളമായി കിട്ടും, എനിക്കും ധാരാളമായി കിട്ടും. ആ ഒരു വിശ്വാസമാണ് അബണ്ടൻസ്. അങ്ങനെ വിശ്വസിക്കുന്നവർക്കാണ് യഥാർത്ഥ പവർ ലഭിക്കുന്നത്. അല്ലാതെ ഒരാൾ അപ്പുറത്തേക്ക് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെട്ടാലേ അല്ലേ അവർക്ക് കിട്ടുമെന്നുള്ളതല്ല. നമുക്ക് കിട്ടും, അവർക്കും കിട്ടും. എല്ലാത്തിനും അങ്ങനെ വിശ്വസിക്കുമ്പോൾ യഥാർത്ഥ സ്പിരിച്വൽ പേഴ്സൺസ് ആയി മാറുന്നത്. താങ്ക് യു സോ മച്ച്.
അതുപോലെ തന്നെ ഒരു പോയിന്റും കൂടെ, 8ാമത്തെ പോയിന്റ്, എല്ലാ ബുദ്ധിമുട്ടുകളെയും മാറ്റി തരുവാനും നമ്മൾ ആത്മാർത്ഥമായിട്ടും തേടണം, പ്രാർത്ഥിക്കണം, അതുപോലെ തന്നെ ആഗ്രഹിക്കണം. നമ്മൾ ആ രീതിയിൽ തന്നെ നമുക്കത് മാറ്റിത്തരാനുള്ള കഴിവും അതിനുണ്ട്. അത് നമുക്ക് മാറ്റിത്തരികയും ചെയ്യും. ഇങ്ങനെയുള്ള 8 പോയിന്റുകളാണ് സത്യത്തിൽ. ഒരു പോയിന്റുകളൊന്ന് ക്രോഡീകരിച്ചെടുക്കുവാനാണ് കുറച്ച് സമയം വേണ്ടത്. അങ്ങനെ ഒരു സമയം കിട്ടാതെ വന്നപ്പോഴാണ് കഴിഞ്ഞ ഒന്നൊരു ക്ലാസ് മിസ്സായി പോയത്. നല്ലൊരു പുസ്തകമാണ്. ആ പുസ്തകത്തില് പക്ഷെ കുറച്ച് ഇങ്ങനെ ഒരു ലെയർ ആയിട്ടാണ് കിടക്കുന്നത്. വരികൾക്കിടയിലൂടെ നമ്മൾ വായിച്ചെടുക്കണം. ആ വരികൾക്കിടയിലൂടെ വായിച്ചെടുത്ത് അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള പോയിന്റുകളാക്കി എടുക്കാൻ കുറച്ച് സമയം വേണ്ടി വരും. ആ സമയം കിട്ടാതെ ഞാൻ എന്തെങ്കിലും വന്നിരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഇടയ്ക്കൊന്ന് ഗ്യാപ്പ് വന്നു പോകുന്നത്. സമയം അതിനുവേണ്ടി ഒന്ന് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് സാഹചര്യം വന്നു കഴിഞ്ഞു. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇതാണ് പ്രധാനമായിട്ടും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏറ്റവും കിട്ടിയ ഒരു പോയിന്റ് എനിക്ക് കമന്റ് ആയിട്ട് ഇടണം കേട്ടോ. ഇത് നിങ്ങൾ സ്ട്രൈക്ക് ചെയ്ത, നിങ്ങൾക്ക് ഏറ്റവും മനസ്സിനകത്ത് സ്ട്രൈക്ക് ചെയ്തൊരു പോയിന്റ്. താങ്ക് യു സോ മച്ച്. കുട്ടികളുടെ ഒരു പ്രാക്ടീസ് അല്ലെ ഒരു ക്ലാസ് നമ്മൾ വർക്ക്ഷോപ്പ് ഏപ്രിൽ 7 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ മെസ്സേജ് നിങ്ങൾക്ക് ലഭിച്ചെന്ന് വരുന്നു. 3 ദിവസത്തെ ചെറിയ വർക്ക്ഷോപ്പാണ്, കുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്തതാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവർക്കും അതിലും കൂടി സ്വാഗതം. കുഞ്ഞുങ്ങളെ അതിനകത്ത് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു സോ മച്ച്. Thank you, sir. 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 Thank you, sir.